സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചുറ്റും കാണാവുന്ന ഒരു പ്രധാന കാര്യമാണ് വഴിപാട് നേരുന്നത്. പലരും വഴിപാട് നേരുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നമ്മളും പലതവണ വഴിപാട് നേർന്നിട്ടുണ്ടാകും. ഈ വഴിപാട് എന്ന് പറയും, ചില ആൾക്കാർ നേർച്ച എന്ന് പറയും. നേർച്ചയിടുക അല്ലെങ്കിൽ വഴിപാടിടുക, രണ്ട് തരത്തിലുള്ള വഴിപാടാണ് ഇന്ന് നമുക്ക് പൊതുവെ കാണുന്നത്. ഒന്ന് നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള വഴിപാട്, ഒന്ന് നമ്മളെ വളരെ വേണ്ടപ്പെട്ടവർക്കുള്ള വഴിപാട്. ഈ രണ്ട് ആവശ്യം. ഇനി വേറൊന്നും കൂടി കേട്ടോ, ഇത് രണ്ടും കൂടാതെ തന്നെ മറ്റൊരു വഴിപാടുണ്ട്, നമ്മുടെ ശത്രുവിന് വേണ്ടി നേരുന്ന വഴിപാട്. ഇങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ എന്ന് പറയാം. അപ്പം ശത്രുവിന് വേണ്ടി നേരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവരുടെ ഐശ്വര്യം ഇല്ലാതായാൽ, എന്നെപ്പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന അവർ വണ്ടി ഇടിച്ച് മരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ കൂലി കിട്ടണം. എനിക്കിതെതിരെ അവർ പ്രയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ദോഷപരമായിട്ട് എനിക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കൂലി അവർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു വഴിപാട് ചെയ്തോളാം ഭഗവാനെ. അല്ലെങ്കിൽ അവരെ പാമ്പ് കടിക്കണം, അവരുടെ തലയിൽ ഇടി വീഴണം, അല്ലെങ്കിൽ അവരുടെ കുടുംബം തമ്മിലടിച്ച് പിരിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വഴിപാട് നേരും. നമ്മളെന്ന് വെച്ചാൽ ചില ആൾക്കാർ, അത് മറ്റുള്ളവർ നശിച്ചു കാണാൻ വേണ്ടിയിട്ട് ഒന്ന്. രണ്ടാമതൊരു വഴിപാട് എന്താണ്? നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ വയറുവേദനയുണ്ട്, അതൊന്ന് മാറ്റിത്തരണം ഭഗവാനെ, ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങേക്കൊരു തുലാഭാരം നടത്താം, ഇത് ചെയ്ത് തന്നാൽ. അതുപോലെ തന്നെ പറയാം, എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പകുതിക്കായിട്ടാണുള്ളത്, ആ വീടിൻ്റെ പണി ഒന്ന് പെട്ടെന്ന് പൂർത്തിയാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ശയന പ്രദക്ഷിണം ചെയ്തോളാം പറയാറില്ലേ? അതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പരീക്ഷയ്ക്ക് നല്ലതുപോലെ പാസ്സാവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഒരു നെയ് വിളക്ക് കത്തിച്ചോളാം, അല്ലെങ്കിൽ ഭണ്ണാരത്തിൽ ഇത്ര പൈസ ഇട്ടോളാം. ഇതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വീടിന്, അല്ലെങ്കിൽ എൻ്റെ വയറുവേദന, അല്ലെങ്കിൽ എൻ്റെ ഉയർച്ച, എനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ, എനിക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ, എല്ലാവരും എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ തോന്നിക്കണേ ഭഗവാനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന വഴിപാട്, അതാരും പറയാറില്ല, എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറണം, എനിക്ക് എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗുണം കിട്ടണേ എന്നൊന്നും പറയാറില്ല. മൂന്നാമത്തെ ഒരു വഴിപാട് ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു. എങ്ങനെ? നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവും. ഒന്ന് മക്കൾ, അതുപോലെ ഭർത്താവിന്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അച്ഛന്, അമ്മയ്ക്ക്, നമുക്ക് സ്വന്തമല്ല നമ്മുടെ ബന്ധുജനങ്ങൾക്ക്, അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട, വളരെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളായിട്ട് ആത്മബന്ധമുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും വഴിപാട് നേരും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു അപകടം പറ്റി. ഈ അപകടം പറ്റുമ്പോൾ നമ്മൾ പറയും, ഭഗവാനെ ആ അപകടം പെട്ടെന്നൊന്ന് അവർക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിലാക്കി ആ അസുഖം പെട്ടെന്ന് തീർത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ, അത് ഇല്ലാതാക്കണേ ഭഗവാനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് തുലാഭാരം ചെയ്തോളാം എന്നൊരു വഴിപാട്. അതേപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ രോഗത്തിന്, അവരുടെ വീടിന് വേണ്ടിയിട്ട്, അവരുടെ കുടുംബ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇത് മറ്റുള്ളവരുടെ എന്തിനാ? അത് അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള അമിതമായിട്ട് ആ താല്പര്യമാണ്. അത് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. കാരണം എന്താ? മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലെങ്കിൽ പോലും ചില ആൾക്കാരുടെ ദുഃഖം കാണുമ്പോൾ മനസ്സലിഞ്ഞ്, അവരുടെ പ്രയാസം കാണുമ്പോൾ മനസ്സലിഞ്ഞ്, അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ആഗ്രഹിച്ചും കൊണ്ട് ചെയ്യുന്ന വഴിപാട്. ഈ വഴിപാട് അല്ലെങ്കിൽ നേർച്ച, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അതാണ് ഞാൻ ഇന്നിവിടെ കൊണ്ടുവരുന്ന വിഷയം. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തിരിച്ചടിക്കും. നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് മാരണവും ആഭിചാരമൊക്കെ ചില ആൾക്കാർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ലേ, അതും കൃത്യമായിട്ട് അവിടെ ഇതായിക്കഴിഞ്ഞാൽ അവർ ഈശ്വരീയമായ മാർഗത്തിൽ പോകുന്നതാണെങ്കിൽ അത് അവിടെ കൊണ്ട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. അതുപോലെ ആണ് ഇപ്പം ഇതും. ഈ വഴിപാട് നേർച്ച ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ആരാണോ നേർച്ചയിടുന്നത് അല്ലെങ്കിൽ വഴിപാട് നേരുന്നത്, അവർ തന്നെയാണ് അതെല്ലാം ചെയ്യേണ്ടത്. കുട്ടികൾക്ക് വേണ്ടി നേർച്ചയിടുന്നു,
അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നേർച്ചയിടുന്നു അല്ലെങ്കിൽ വഴിപാട് ചെയ്യുന്നു, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾക്കാണ്. അവർ വന്നാലും ഇല്ലെങ്കിലും അത് നമ്മളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നേർച്ചയിട്ടിട്ടുണ്ട്, നീ ചെയ്തിട്ടെങ്കിൽ നിനക്ക് ദോഷമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരാളോട് പറയാണ്, നീ പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണം നേർന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ആ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തണം, ഇല്ലെങ്കിൽ നിനക്ക് ദോഷമാണ്. ഇത് ശരിയായ നടപടിയല്ല. അങ്ങനെ ഒരു വഴിപാട് നേർന്നാൽ അവർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആരാണോ വഴിപാട് നേർന്നത് അവരാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഈ ശയനപ്രദക്ഷിണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ ഒരു മഹേഷ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നേർച്ചയിടാണ്. അദ്ദേഹത്തിന് ഒരു വലിയൊരു അപകടം വന്നു. ആ അപകടം വന്ന സമയത്ത് ഞാൻ പറയാണ്, ഭഗവാനെ അവൻ്റെ അസുഖം മാറ്റുകയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് അവിടെ ശയനപ്രദക്ഷിണം നടത്തിക്കോളാം, അല്ലെങ്കിൽ ഞാൻ ശയനപ്രദക്ഷിണം നടത്തിക്കോളാം എന്ന് പറയാറില്ല. അങ്ങനെയാണ് വേണ്ടത്. കാരണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, കാരണം അവൻ്റെ വിഷമം കണ്ടിട്ട് എനിക്കുണ്ടായ മനോവിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേർച്ചയിടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തോളാം എന്നാണ് പറയേണ്ടത്. പകരം അവനെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിക്കോളാം, അല്ലെങ്കിൽ അവൻ അവിടെ ശയനപ്രദക്ഷിണം നടത്തിക്കോളും എന്ന് പറയുന്നത് തെറ്റ്. അവൻ ശയനപ്രദക്ഷിണം നടത്താൻ വേണ്ടിയിട്ട് ഇവൻ വഴിപാടിട്ടിട്ട് കാര്യമില്ല, അത് അവൻ തന്നെ ചെയ്യണം. അത് അവൻ ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ദോഷാർക്ക ഈ വഴിപാട് നേർന്ന എനക്കാണ്. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മുമ്പ് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നേർച്ചയിട്ടു, വഴിപാട് നേർന്നു. കാരണം അവർക്ക് ചെറിയ എന്തോ ഒരു അസുഖം വന്ന സമയത്ത് പറഞ്ഞു, അയ്യോ എൻ്റെ ആ കുട്ടിയുടെ അസുഖം മാറ്റിത്തരണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ തുലാഭാരം നടത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തുലാഭാരം നടത്തിക്കോളാം, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് അസുഖം ഭേദമായ സമയത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് അവിടെ തുലാഭാരം നേർന്നിട്ടുണ്ട്, നീ അവിടെ പോയി തുലാഭാരം ചെയ്യണം. ഒരു ഉത്തരവാദിത്വമില്ല, അവർ ചെയ്യണ്ട. ആരാ ചെയ്യേണ്ടത്? ഈ വഴിപാട് നേർന്ന ആളാണ് അവിടെ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യുക? ഒന്ന്, ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതിന് പൂർണ്ണമായ ചെലവ് അവർ വഹിക്കണം. ആര്? വഴിപാട് നേർന്ന ആൾ കൂട്ടിക്കൊണ്ടുപോയി ആ ക്ഷേത്രം, ആ കൊണ്ടുപോകുന്ന യാത്രാ ചെലവടക്കം എല്ലാ കാര്യങ്ങളും ഇവരാണ് വഴിപാട് നേർന്നിട്ടുള്ളത്, കൊണ്ടുപോയിട്ട് അവിടെ കാണാം. ഇനി ഇവർ വന്നില്ല എങ്കിൽ അവർ സ്വയം തുലാഭാരം നടത്തി. ഇവർക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ത്യാഗം ചെയ്യാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ അവരാണ് അതിൻ്റെ ചിലവെല്ലാം വഹിക്കേണ്ടത്. ഇവർ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പാപം കിട്ടും എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് ഇവരാണ് ചെയ്യേണ്ടത്. ഇവർ അതിൻ്റെ മുഴുവൻ ചിലവും കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യുക, അല്ലെങ്കിൽ അവർ വന്നില്ല എങ്കിൽ ഇവർ സ്വയം ചെയ്യണം. അയ്യോ അങ്ങനെയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. ഉണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ശത്രു ഉണ്ടെന്നിരിക്കട്ടെ, ആ ശത്രുവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വഴിപാട് നേരെയാണ്, അവനെ കൊണ്ട് ഞാൻ അവിടെ 101 ശയനപ്രദക്ഷിണം നടത്തിക്കോളാം എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പം ഈ കാര്യം 101 ശയനപ്രദക്ഷിണം അവൻ നടത്തുമോ? ശത്രുവിനെ പീഡിപ്പിക്കലല്ലേ അത്. കാരണം അവൻ്റെ ആ ശല്യം ഒഴിഞ്ഞു കിട്ടുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അമ്പലത്തിൽ പോകില്ല. അങ്ങനെയാണെങ്കിൽ 101 വട്ടം ശയനപ്രദക്ഷിണം നടത്തിക്കോളാമെന്ന് ഞാനല്ല ചെയ്യേണ്ടത്. ഞാൻ ചെയ്തോളാം, അവൻ ആ ഗുണം കിട്ടുമെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാനാണ് അത് ചെയ്യേണ്ടത്. അത് ഒരു നെയ്വിളക്ക്, ആ കുട്ടിക്ക് ആ ഒരു ഗുണം കിട്ടിയാൽ ഞാനൊരു നെയ്വിളക്ക് കത്തിച്ചോളാം, ഞാനാണ് ചെയ്യേണ്ടത്, അവരല്ല. പറ്റുമെങ്കിൽ ആ സൗഹൃദ ഭാവത്തിൽ അവരുടെ ചെലവെല്ലാം മുടക്കി അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത് ഉത്തമം. അല്ലെങ്കിൽ ആ വിളക്ക് അവരുടെ കയ്യിൽ കൊടുത്ത് അവരോട് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഉത്തമം. അവർ ചെയ്യുന്നില്ല, അവർ വരുന്നില്ലെങ്കിൽ അത് ഞാൻ ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടി എനിക്ക് കിട്ടും. വഴിപാട് നേർന്നാൽ നമ്മളത് ചെയ്യണം. ആ വഴിപാട് നേരുന്നില്ലേ ഒരു വിഷയമില്ല, പക്ഷേ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴിപാട് നേരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് പിന്നീട് തിരിച്ചടിയായിട്ട് വരും. വഴിപാട് നേരുമ്പോൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കണം. ആരാണോ വഴിപാട് നേർന്നത് അവർ തന്നെ ചെയ്യണം എന്നർത്ഥം. അതല്ലാതെ ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരാൾ പറഞ്ഞു, ഈ അപകടം പറ്റിയ ആൾ കണ്ണൂരാണ്, വഴിപാട് നേർന്ന ആൾ കോട്ടയത്താണ്. അവർ പറയാണ്, ഞാൻ കോട്ടയത്ത് ഇന്നൊരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി വഴിപാട് നേർന്നിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് ആ വഴിപാട് കഴിക്കാൻ മറന്നു പോകരുതേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പേരിൽ നമുക്കൊരു 10-25 സ്ഥലങ്ങളിൽ വഴിപാട് നേർന്നിട്ട് അവരെ കേരളം മുഴുവൻ ഇട്ട് ഓടിച്ചാൽ പോരെ. ഒരു മൂകാംബികയിൽ ഒരു ചെയ്യുന്നു, ഒരു ആറ്റുകാലിൽ ചെയ്യുന്നു, അതുപോലെ തന്നെ ചക്കുളത്ത് ചെയ്യുന്നു, ശബരിമലയിൽ ചെയ്യുന്നു. ഇതൊക്കെ നമ്മളങ്ങ് വഴിപാട് നേർന്നാൽ പോരെ. നീയാ പോയി ചെയ്യേണ്ടത്, നിൻ്റെ പേരിലാണ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അത് ശത്രുത തീർക്കൽ കൂടിയാണ്, നല്ലതിന് വേണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ അത് ഭഗവാനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാരണം ഭഗവാന്റെ ഈ വഴിപാടിനെ നേർച്ചയെ
പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നർത്ഥം. അതുകൊണ്ട് നമ്മളെന്ത് വേണം? വഴിപാട് നേരുന്നത് നമ്മൾക്ക് നടത്താൻ പറ്റില്ല എങ്കിൽ വഴിപാട് നേരരുത്. വഴിപാട് നേരേണ്ട ആവശ്യമില്ല. വഴിപാട് നേരുന്നുണ്ട്, അത് നമുക്കത് നടത്താൻ പറ്റണം. മറ്റുള്ളവരുടെ പേരിലായാലും വേണ്ടില്ല, എൻ്റെ പേരിലായാലും വേണ്ടില്ല, സുഹൃത്തുക്കളുടെ പേരിലായാലും വേണ്ടില്ല, ബന്ധുജനങ്ങളുടെ പേരിലായാലും വേണ്ടില്ല, ആരുടെ പേരിലും ആരാണോ വഴിപാട് നേരുന്നത് അവരാണ് ആ വഴിപാട് നടത്തേണ്ടത്. അല്ലാതെ ആ അസുഖം ബാധിച്ചാലോ അല്ലെങ്കിൽ ആ പീഡിതനായ ആൾക്കാരോ അല്ല ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ നമുക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ചിലവൊക്കെ വഹിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തമമാണ്, അത് കൂടുതൽ ഗുണകരമാണ് എന്നർത്ഥം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മളത് അവർ എന്തായാലും പോകേണ്ട ആവശ്യമില്ല, അവരതിന് ഉത്തരവാദിത്തമില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ പേരിൽ 2-3 ആൾക്കാർ വഴിപാട് നടത്തി, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവരന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്യണം, പിന്നെ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്കൊരു ദോഷവുമില്ല. ആരാണോ വഴിപാട് നേർന്നത് അവർക്കാണ് ദോഷം. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വഴിപാട് നേരും. അവൻ സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാണ്, അവന് സംസാരിക്കാനുള്ള പ്രാപ്തി ആക്കിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി തുലാഭാരം നടത്തിക്കോളാം. അമ്മ നേർന്നതാണ്. ഈ അമ്മ നേർന്നതും അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അമ്മയ്ക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ മോൻ വരുന്നില്ല, ആ തുലാഭാരം എനിക്കിതിലൊന്നും വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പോയിട്ട് അമ്മയുടെ ശരീരം വെച്ചിട്ടാണ് തുലാഭാരം നടത്തേണ്ടത്. മോൻ വിളിച്ചിട്ട് വരുന്നില്ല, വരുമെങ്കിൽ മോനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ചെയ്യിക്കാം. ഇനി അവൻ വന്നിട്ടില്ല എങ്കിൽ ആരും ചെയ്യണം? ഈ അമ്മയാണ് അവിടെ തുലാഭാരം നടത്തേണ്ടത്. അപ്പോൾ ആരാണോ വഴിപാട് നേർന്നത് അവർക്കാണ് അവിടെ എല്ലാ വഴിപാടും നടത്താനുള്ള അധികാരം, മറ്റവർക്കല്ല എന്നർത്ഥം. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ അമ്മയും മക്കളെല്ലാം നല്ല സ്നേഹത്തിലാണ്. ഏതെങ്കിലും കാരണവശാൽ അമ്മയ്ക്ക് ആ വഴിപാട് നടത്താൻ പറ്റിയില്ല. ഈ മക്കൾക്കതറിയാം, അമ്മയും മക്കളുമാണ്, മക്കൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മക്കൾ ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഇപ്പോൾ അമ്മ ഒരു വഴിപാട് ഇട്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അമ്മ വഴിപാട് ഇട്ടിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ അമ്മ വഴിപാടിട്ടു, പക്ഷേ അമ്മ അത് ചെയ്തിട്ടില്ല, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. അന്നത്തെ വിഷമത്തിന് വിളിച്ചു, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വഴിപാട് മക്കൾ ചെയ്താലും ദോഷമുണ്ടാകില്ല, മക്കൾക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായാലും അതിന് കടം ഈ മക്കൾ വീട്ടിയാൽ മതി നടത്തുക. ആ പറഞ്ഞുകൊണ്ട് അമ്മ ചെയ്തതാണ്, അമ്മക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ആ അമ്മയുടെ ഇത് കടം ഞാൻ വീടുന്നു എന്ന വിധത്തിൽ ആ മക്കൾക്ക് ചെയ്യാം. അതുപോലെ മറ്റുള്ളവർക്കും വേണമെങ്കിൽ മറ്റുള്ളവരുടെ കടം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ടും ദോഷമില്ല. വഴിപാട് നേരുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. അത് പരിഹാരം എന്ന രീതിയിൽ എനിക്ക് ഏതായാലും അവിടെ എത്താൻ പറ്റില്ല, ഞാൻ കിടപ്പിലായിട്ടുള്ളത്, ആ വഴിപാട് എൻ്റെ മനസ്സിന് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മക്കളോട് പറയുകയാണ്, മക്കൾക്കത് പോയി ചെയ്യാം, ഒരു തെറ്റുമില്ല, അത് പരിഹാരമാകും. അവർ ചെയ്തില്ല എങ്കിൽ അവർ മറ്റാരാണോ വഴിപാട് നേർന്നത് അവരെന്നെ ചെയ്യണം. അതുകൊണ്ട് വഴിപാട് നേരുന്ന ആൾക്കാർ കൃത്യമായിട്ടത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അത് ആ നേർച്ച ഇടാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അത് കടമാക്കി ഒരിക്കലും വെക്കരുത്. വഴിപാട് ഒരിക്കലും കടമാക്കി വെക്കരുത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിന്നീട് ആർക്കാണോ ദുരിതം, എന്ത് ദുരിതമാണോ വന്നത് അതേപോലെയുള്ള ദുരിതം ആ വഴിപാട് നേർന്ന ആൾക്കാർക്ക് വരുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിപാട് വെറുതെ പിള്ളേർ കളിയല്ല, അതിൻ്റെ ഉത്തരവാദിത്തം ആ വഴിപാട് ഇടുന്ന ആൾക്കാരാണ്. തൊട്ടതിന് പിടിച്ചതിനൊക്കെ നേർച്ച കൂട്ടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ മകൻ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് നേർച്ചകളൊക്കെ ഇടാറുണ്ട്. അത് ശരിയായ നടപടിയല്ല. അങ്ങനെ ആർക്കാണോ വേണ്ടത് അവർക്ക് വഴിപാട് നേരുന്നത് അവരത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ വഴിപാട് നേർച്ചയും ചെയ്യാവൂ. നിരവധി വഴിപാട് നേർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കടം വീടാൻ പറ്റാത്തത് കൊണ്ട്, ഞാനിപ്പം സമീപകാലത്ത് മനസ്സിലാക്കി വെച്ചാൽ ഒരാൾ മരണാസനമായി കിടക്കുകയാണ്. മരണാസനം എന്തായിട്ടും അയാൾ മരിക്കുന്നില്ല, പക്ഷേ അതിങ്ങനെ കിടപ്പിലാണ്, അയാൾ മരിച്ചു ഇല്ല ഇങ്ങനെ പോകുന്നു. അപ്പോഴാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരുപാട് വഴിപാട് നേർന്നിട്ട് അടച്ചിട്ടില്ല. ആ കടമുള്ളത് കൊണ്ടാണ് വീടാത്തതെന്നാണ് ഒരു ജ്യോത്സ്യർ പറഞ്ഞതെന്ന്. അവർ പറഞ്ഞു ഇങ്ങനെ കടമുണ്ട്, അവരുടെ മക്കൾ പറഞ്ഞതാണ്. അപ്പോൾ ആ കടമുള്ളത് കൊണ്ട് ഇന്ന ക്ഷേത്രത്തിൽ ഒരു ഇതുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഈ മരണം ഇന്ന് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു പോകാത്തതെന്ന്. ഉടൻ തന്നെ ഇവരെന്ത് ചെയ്തു, ആ വഴിപാട് മക്കൾ പോയിട്ട് അത് തീർത്തു കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു പോവുകയും ചെയ്തു. ഇത് ഒരാളുടെ അനുഭവം എൻ്റെ അടുത്ത് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇതുപോലെ കിടപ്പിലായ രോഗികൾക്ക് പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ആരാണോ വഴിപാട് നേരുന്നത് അവർ തന്നെ വഴിപാട് നേരുക, അല്ലെങ്കിൽ അത് ചെയ്യുക. കടം വെക്കരുത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴിപാട് നേരരുത്. നാളെ നമ്മളത് മറന്നുപോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ
തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്കതിൻ്റെ മറുപടി തരും. ഇനി അതല്ല നിങ്ങൾക്ക് എൻ്റെ സഹായം, എൻ്റേതായിട്ടുള്ള അഭിപ്രായം വേണം, മറുപടി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ വിളിച്ചാൽ മതി, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കും. ഞാൻ എന്തായാലും എടുത്തില്ല എങ്കിൽ യാത്രയിലോ മറ്റേതെങ്കിലും അവസരത്തിലാണെങ്കിൽ ആ നമ്പറിലേക്ക് ഞാൻ സൗകര്യം പോലെ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള സംശയങ്ങൾ കാരണം നമ്മുടെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകരുത്. അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റണം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.